ഓക്കെ. അപ്പം നമുക്ക് ബേസിക്കലി ഇവിടെ കാണാനുള്ളത് 5 ഇൻഫർമേഷൻസ് ആണ്. ഒന്ന് രജിസ്ട്രേഷൻസ് ഓപ്പൺ, അത് ഓൾറെഡി നമ്മൾ ചെയ്തു. പിന്നുള്ളത് ഓൺ ഗോയിങ് ഇവൻറ്റ്സ് ആണ്. ഓക്കെ. ഓൺ ഗോയിങ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സ്റ്റാർട്ട് സെറ്റ് അതിന് മുമ്പ് തുടങ്ങിയായിട്ട് സ്റ്റാർട്ട് സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തേനേക്കാൾ ചെറുതും എൻഡ് സെറ്റ് എന്ന് പറയുന്ന ടൈം ഇപ്പോഴത്തേനേക്കാൾ വലുതുമായിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയുണ്ടോ ആ ഇവന്റ്സിനെല്ലാമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ. ഇനി എന്താണ് മൂന്നാമത്തേത്, അപ്കമിങ് ഇവന്റ്സ് ആണ്. അപ്കമിങ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതായത് നൗ എന്ന് പറഞ്ഞ ടൈമിനേക്കാൾ മുമ്പായിരുന്നു രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആയിട്ടുമില്ല. നൗ എന്ന് പറയുന്ന ടൈം സ്റ്റാർട്ട് ആവുന്നതിനേക്കാൾ താഴെയാണ്. അതായത് സ്റ്റാർട്ട് ആകുന്ന ടൈം എന്ന് പറഞ്ഞാൽ നൗവിനേക്കാൾ ഹയറാണ്. ഓക്കെ. ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആകത്തുള്ളൂ. രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ് ചെയ്തു, സ്റ്റാർട്ട് ഇത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമാണ് അപ്കമിങ് ഇവന്റ്സിനകത്തോട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, ഇവന്റ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ രജിസ്ട്രേഷൻ ക്ലോസ് അറ്റ് _LTE ലെസ് ദാൻ ഓർ ഈക്വൽ ടു നൗ, സ്റ്റാർട്ട് സെറ്റ് ഗ്രേറ്റർ ദാൻ നൗ. ഓക്കെ. ഇനി മൂന്നാമത്തേത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈറ്റിംഗ് ഫോർ റിസൾട്ട്സ് ഇവന്റ്സ് ആണ്. റിസൾട്ടിന് വേണ്ടി അവൈറ്റ് ചെയ്യുന്ന ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് നമുക്കൊരു പൊസിഷൻ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ആ പൊസിഷൻ എന്ന് പറയുന്നത് ഐദർ നൾ അല്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് എന്നായിരിക്കും, അല്ലേ? അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് നള്ളായിരിക്കും രജിസ്ട്രേഷൻ. അപ്പം രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ പൊസിഷൻ ഈസ് നൾ. പൊസിഷനിൽ നള്ളുള്ള സാധനങ്ങൾ ഒന്നും വേണ്ട. ഓക്കെ. നള്ളുള്ള സാധനങ്ങൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻസിനെ മാത്രമായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തെടുക്കുന്നു. അതിനകത്ത് ഏതെങ്കിലും ഇവന്റ് ഐ ഡി ഉണ്ടോ എന്ന് നോക്കുന്നു. അതായത് ആ ഇവന്റ് ഐ ഡിയുടെ ഒക്കെ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലേ? അത് ഒന്നേലും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇവന്റ്സ് നമ്മൾ കൂട്ടണ്ടല്ലോ. അപ്പം രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ പൊസിഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ഫോൾസ്, അങ്ങനെയുള്ളതിൻ്റെ എല്ലാം വാല്യൂസ് ലിസ്റ്റ് എടുത്തുകൊണ്ട് വരും. ഓക്കെ. വാല്യൂസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ ഐ ഡി മാത്രമായിട്ട് ആ ഒരു പർട്ടിക്കുലർ കോളം മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ലിസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വരും. ഓക്കെ. ആ ലിസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഫ്ലാറ്റ് ഈക്വൽ ടു ട്രൂ എന്നുള്ളത് നമ്മൾ കൂടെ കൊടുക്കുന്നതാണ്. അത് ഇപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രോപ്പർ യൂസ് കേസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ലൈൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും രജിസ്ട്രേഷൻ വിത്ത് പ്രൈസ് ഡിക്ലെയർഡ്, ഏതെങ്കിലും ഒരു പ്രൈസിനെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻസ്. ഓക്കെ. അതിനകത്തുള്ള എന്ത് ചെയ്യുന്നു, ഇവന്റ് ഐ ഡീസ്, ആ ഇവന്റ് ഐ ഡീസ് എല്ലാം എടുക്കും. ആ ഇവന്റ് ഐ ഡീസ് എല്ലാം ആദ്യം തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയും. ഓക്കെ. ഇവിടെ എന്താ, ഇവന്റ് എടുക്കുന്ന സമയത്ത് എൻ സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുന്നതാവണം. അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കാത്ത സാധനമാവണം. ഓക്കെ. അങ്ങനത്തെ സാധനങ്ങളാണ് അവൈറ്റിംഗ് ഫോർ റിസൾട്ട്സ് വരുന്നത്. ഇനിയും അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ റിസൾട്ട് പബ്ലിഷ്ഡ് ഇവന്റ് വ്യൂ എന്ന് പറയും. അത് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാനാണ്. റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇവന്റ്സ് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിക്ലെയർ ചെയ്തിട്ടുള്ള എന്ത് ചെയ്യും, ഇവന്റ്സിന്റെ എല്ലാം ലിസ്റ്റ് എടുക്കും. ഓക്കെ. എന്നിട്ട് അതിനകത്തുള്ള അതിനകത്തുള്ള ഇവന്റ് ഐ ഡി എന്തൊക്കെയാണോ ആ ഇവന്റ് ഐ ഡികളിൽ പെടുന്ന ഇവന്റ്സിലെ ഇതുവരെ തീർന്നിട്ടുള്ള ഇവന്റ്സ് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് വരും. ഓക്കെ. അതായത് ഒരു റിസൾട്ടെങ്കിലും പ്രഖ്യാപിച്ചിട്ടുള്ള ഇവന്റ് ഐ ഡീസിന് മാത്രമായിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഇവന്റ് ഐ ഡീസിലുള്ള ഇവന്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇവിടെ എടുത്ത് കാണിക്കത്തുള്ളൂ. സോ വെറും കൊറിയയിലുള്ള വ്യത്യാസമാണ്, എല്ലാം ഒരുപോലെയാണ് പ്രിന്റ് ചെയ്യുന്നത്.
എന്ത് ചെയ്യുന്നു, മറ്റേ എൽ ടി ബേസ് അഡ്മിൻ എൽ ടി ബേസ് സിസ്റ്റമിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. കാണിക്കുമ്പോൾ ജസ്റ്റ് ഒരു ടേബിള്, ആ ടേബിളിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യും, ടൈറ്റിൽ സ്റ്റാർട്ട് സെറ്റ് എൻഡ് സെറ്റ് പ്രിന്റ് ചെയ്യും. ഫോർ ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യും. അഥവാ അത് എം ടി ആണ്, ആ ലിസ്റ്റ് എം ടി ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഇവന്റ് ഗോയിങ് ഓൺ നൗ എന്ന് കാണിക്കും. awaiting for result. Now, ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓൺ ഗോയിങ്ങിലും റിസൾട്ട് പബ്ലിഷ്ഡിലും. വിത്ത് പബ്ലിഷ് റിസൾട്ട്. ഓക്കെ, അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്കിനിയും കാണാനുള്ളത്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റിസൾട്ട്സ് ഒന്ന് കാണിച്ചേക്കാം. ഇതിൽ ഓൺ ഗോയിങ് ഇവൻറ്റ്സ് രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്, വേറെ ഒന്നിൻ്റെ അവൈറ്റിംഗ്. ഓക്കെ, അവൈറ്റിംഗ് റിസൾട്ട്സ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളാണ് ശരിക്കും റിസൾട്ട്സ് അവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവൈറ്റിംഗ് റിസൾട്ട്സിൽ ഒരു ചെറിയ ഇഷ്യൂ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എൻ സെറ്റ് എന്ന് പറയുന്നത് ലെസ് തന്നെ പോയിരിക്കണം. കാരണം ലെസ് തന്നെ പോയിരിക്കണം. കാരണം ഓൾറെഡി ഇവന്റ് കഴിഞ്ഞ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു ടേബിളായിട്ടാണ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത്. എന്തൊക്കെ ഇത് ചെയ്യാനുണ്ട്, റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റിംഗ് ഫോർ റിസൾട്ട് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ പേജ് ആണ്. ഓക്കെ, രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, നമ്മൾ അടുത്തൊരു ക്ലാസ് എഴുതാണ്, ക്ലാസ് ബേസ്ഡ് വ്യൂ എഴുതാണ്. എന്താ, ഇവന്റ് ഡീറ്റെയിൽ വ്യൂ. ഇവന്റ് ഡീറ്റെയിൽ വ്യൂവില് ഒരു പർട്ടിക്കുലർ ഇവന്റിനെയാണ് കാണിക്കുന്നത് അല്ലേ, ഒരു ഡേറ്റാബേസിലുള്ള ഒരു പർട്ടിക്കുലർ ഇവന്റിനാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് ഓൾറെഡി ഡീറ്റെയിൽ വ്യൂ എന്ന് പറഞ്ഞൊരു വ്യൂ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിനകത്ത് മോഡൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി, മോഡൽ മാത്രം മതി. ഇൻ ടെംപ്ലേറ്റ് നെയിമും ബൈ ഡിഫോൾട്ട് എടുക്കുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലിസ്റ്റ് വ്യൂവിന് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ വ്യൂവിന് എടുക്കുന്ന ബൈ ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ഉണ്ട്. ഇവന്റ് അണ്ടർസ്കോർ ഡീറ്റെയിൽ, ഇവന്റ് അണ്ടർസ്കോർ ഡീറ്റെയിൽ. സോ ഈ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കപ്പം ഈ പേരിൽ ഇവിടെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിടാം. ഓക്കെ, സോ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും എന്ത് കിടക്കുക, ഈ ഒരു ഒബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുക. ഓക്കെ, ഓക്കെ, അപ്പം ഓൾറെഡി ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന യൂസേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് വേണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഇവന്റ് ഡീറ്റെയിലിനകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് വേണം കാണിക്കാൻ, ഡീറ്റെയിൽസ് കാണിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, ഫോർ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ആയിരിക്കുമല്ലോ. ഫോർ എന്താ പറയുന്നത്, രജിസ്ട്രേഷൻ ഇൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഡോട്ട് REGISTRATION രജിസ്ട്രേഷൻ സെറ്റ് ഡോട്ട് ഓൾ. ഓക്കെ,
ഇവിടെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ ഒരു പർട്ടിക്കുലർ ഇവന്റിന്റെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആയിരിക്കും ഇതിനകത്തൊരു കയറി വരുന്നത്. അപ്പൊ ആ ഒബ്ജക്റ്റ് ഡോട്ട് രജിസ്ട്രേഷൻ സെറ്റ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനകത്തുള്ള ആ ഒബ്ജക്റ്റിനെ വെച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സകല എന്ത് ചെയ്യും ഇവന്റ്സും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ. രജിസ്ട്രേഷനകത്ത് ഒരു യൂസർ ഉണ്ട്. ആ യൂസറിന്റെ ഗെറ്റ് ഫുൾ നെയിം, അത് ഗെറ്റ് ഫുൾ നെയിം എന്നൊരു ഫംഗ്ഷൻ യൂസർ ഒബ്ജക്റ്റിനകത്തുള്ളതാണ്. ജാങ്കോയുടെ ഡിഫോൾട്ട് യൂസർ മോഡലിനകത്തുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഡോട്ട് യൂസർ നെയിം അതിന് പകരം കാണിക്കുക. ഓക്കെ. ഇനി ഇവിടെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. അപ്പം രജിസ്ട്രേഷൻ ഡോട്ട് എന്താണ്, രജിസ്ട്രേഷൻ ഡോട്ട് പൊസിഷൻ കാണിക്കണം. അതിനുശേഷം പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിന്റ് കാണിക്കണം. ഇഫ് പോയിന്റ് 0 ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂടെ അവിടെ കാണിക്കണം. ഓക്കെ. അപ്പം രജിസ്ട്രേഷൻ പൊസിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊസിഷൻ കാണിക്കുക. ഡിഫോൾട്ട് ഡാഷ് കാണിക്കുക. ഓക്കെ. ഇഫ് രജിസ്ട്രേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പോയിന്റ് എന്ത് രജിസ്ട്രേഷൻ പോയിന്റ്സ് ഇപ്പം 3 ആണെങ്കിൽ 3 പോയിന്റ്സ്, 5 ആണെങ്കിൽ 5 പോയിന്റ്സ് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണിക്കുക. ഓക്കെ. ഓക്കെ. അപ്പോൾ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഐറ്റത്തിലോട്ട് പോകണം അല്ലേ. അതിൽ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ ഈ പെയിന്റിംഗ് ഓരോ ഐറ്റത്തിനും ഒരു ഐ ഡി ഉണ്ട് അല്ലേ. അപ്പം URL ആ പർട്ടിക്കുലർ ഐ ഡിയുടെ നമുക്ക് പാസ് ചെയ്ത് വിടാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പേജിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒരു പാറ്റേൺ സജസ്റ്റ് ചെയ്യാണ്. ഇപ്പം എന്താ ഇവന്റ് ഡീറ്റെയിൽ വ്യൂ അല്ലേ, ഇവന്റ് ഡീറ്റെയിൽ വ്യൂ കാണാനായിട്ട് ഇവന്റ് സ്ലാഷ് ഇവിടെ ഒരു ഇൻറ്റ് PK ഒരു പ്രൈമറി കീ ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ. അല്ലെങ്കിൽ ഇൻറ്റ് ID എന്നോ ID അല്ലെങ്കിൽ PK എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആയിരിക്കും വരിക. ആ വേരിയബിൾ എന്ന് പറയുന്നത് PK എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ. അത് പറയാം. ഇവിടെ ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ. അവിടെ എന്ത് ചെയ്തു, ഇൻറ്റ് കോളൻ PK എന്ന് നമ്മൾ ഇട്ടു. ഓക്കെ. അപ്പം ഇവരുടെ ഡീറ്റെയിൽ പേജിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ ഈ URL-നകത്ത് ഇവന്റെ ഡീറ്റെയിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് എന്തായിരുന്നു ഇവന്റ് ലിസ്റ്റിനകത്തല്ല ഈ ഒരു ഡിസ്പ്ലേ കാണിക്കില്ലേ ബട്ടൺ ഇവിടെ. ഓക്കെ. ഇപ്പൊ എന്താണ്, നമുക്കിനി ഈ ബട്ടണിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കണം അല്ലേ. നമ്മൾ മുമ്പേ കൊടുക്കുന്ന പോലെ URL ഇവന്റിന്റെ പേരുന്ന ഇവന്റ് ഡീറ്റെയിൽ സ്പേസ് ഇവന്റ് ഡോട്ട് ID PK event.id എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ഇവന്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ URL വിളിക്കും. അതിൽ ആ PK എന്ന് പറയുന്ന സ്ലോട്ട് എവിടെയാണോ ആ സ്ലോട്ടിന്റെ അവിടെ event.id ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ആ ലിങ്ക് ആയിരിക്കും ഇങ്ങോട്ട് വരിക. event/5 event/3 event/4 2 event/1 ഇത് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു,
ആ പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഇമേജ് വന്ന് രജിസ്ട്രേഷൻ ബിഫോർ ഇന്ന സമയം, ഇവന്റ് സ്റ്റാർട്ട് സെറ്റ് ഇന്ന സമയം, ഇവന്റ് എൻ സെറ്റ് ഇത് ഇന്ന സമയം. ഇവിടെ പാർട്ടിസിപ്പൻസും പൊസിഷൻസും ഉണ്ട്. ദർ ആർ നോ പാർട്ടിസിപ്പൻസ് കറന്റ് രജിസ്റ്റേർഡ് അല്ലെ. ഫോർ കഴിഞ്ഞാൽ എം ടി ആണ്, എൽസാണ് ഞാൻ ടൈപ്പ് ചെയ്ത് അതിന്റെ ഇഷ്യൂ ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്തു, പാർട്ടിസിപ്പൻസ് ഒന്നും കറന്റ് ഈ ഒരു പേജിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടി രജിസ്റ്റർ ചെയ്തതിനകത്ത് അഡ്മിൻ എന്ന് പറഞ്ഞ ആളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിന് ഒരു ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാവും. എന്തിട്ടുണ്ട് പാർട്ടിസിപ്പന്റ് പൊസിഷൻ, ആൾക്ക് പൊസിഷൻ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്തു, ഇപ്പം ഇതുപോലെ വേറെ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേര് ഇങ്ങനെ താഴോട്ട് എഴുതി കാണിക്കും. അപ്പോൾ ഈ ഡീറ്റെയിൽ പേജ് വന്നു കഴിയുമ്പോൾ ഇവിടെ വീണ്ടും രജിസ്റ്റർ എന്നാവുന്ന ഒരു ബട്ടന്റെ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഈ ടേബിൾ കണ്ടു. ഈ ടേബിൾ കണ്ടു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബട്ടൺ വെക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ഇസ് ഇക്വൽ ടു സബ്മിറ്റ്, ക്ലാസ് ഇസ് ഇക്വൽ ടു ബട്ടൺ സക്സസ്, ബട്ടൺ എസ് എം, ആ ഡീറ്റെയിൽസ് എല്ലാം. ഡു യു വാണ്ട് ടു രജിസ്റ്റർ ടു ദിസ് ഇവന്റ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, do you want to register to this event? Yes, register. രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് റിക്വസ്റ്റ് പോവാണ്. ഇവിടെ ഞാൻ CSRF ടോക്കൺ കൊടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പം എന്താണ്, ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഓക്കെ 405 വന്നതിൻ്റെ കാര്യം ഈ വ്യൂവിൽ ഗെറ്റ് മാത്രമേ ഉള്ളൂ. ബൈ ഡിഫോൾട്ട് ഡീറ്റെയിൽ വ്യൂ എന്ന് പറയുന്ന സാധനം ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് റിക്വസ്റ്റ് അയക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് പോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സോ ഹൗ ടു മേക്ക് ദിസ് ആക്സെപ്റ്റഡ് പോസ്റ്റ്. ഒരു പോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആദ്യം കൊടുക്കണം. ഓക്കെ, പോസ്റ്റ് റിക്വസ്റ്റ് സ്റ്റാർ ആർക്സ് സ്റ്റാർ KWRGS. ഓക്കെ, സെൽഫ് ഡോട്ട് ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ഗെറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം സെൽഫ് ഡോട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇവന്റ് ഒബ്ജക്റ്റ് ആണ്. യൂസർ എന്ന് പറയുമ്പം യൂസർ ഇസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് യൂസർ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഒരു ഇവന്റിന് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഓക്കെ ഈസ് ഈക്വൽ ടു ഇവന്റ് ഈ ഡോട്ട് ഇവന്റ് അല്ലല്ലോ registration, r is equal to registration, r dot event is equal to self dot object, r dot user is equal to request dot user, r dot save. ഓക്കെ, പിന്നെ റിട്ടേൺ സെൽഫ് ഡോട്ട് ഗെറ്റ്.
ഓക്കെ. അപ്പൊ എന്താണ്, ഒരു പോസ്റ്റ് മെത്തേഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിൽ ഒരു ഗെറ്റ് ഒബ്ജക്റ്റ്, ഡീറ്റെയിൽ വ്യൂവിന് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ വ്യൂവിന് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യു ആർ എല്ലിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡ് എന്ന് പറഞ്ഞ ഇൻഡിജർ ആയിട്ട് ഒരു പി കെ ഫീൽഡ് നമ്മൾ പാസ് ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ. യു ആർ എല്ലിനകത്ത് ഇൻഡിജർ ആയിട്ട് ഒരു പി കെ ഫീൽഡ് നമ്മൾ പാസ് ചെയ്ത് വിടുന്നുണ്ട്. ഉം. അങ്ങനെ പാസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരിക്കും ഈ കെ ഡബ്ല്യു ആർ ജി എസ് എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ വന്ന് കിടക്കും. കെ ഡബ്ല്യു ആർ ജി എസ് ഇസിക്കൽ ടു എന്താണ്? പി കെ കോളൻ 1 എന്നുള്ളതായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ കെ ഡബ്ല്യു ആർ ജി എസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്, ആ ഒരു പി കെ 1 ആണെങ്കിൽ അത് പി കെ ഈക്വൽ ടു 1. അപ്പൊ ഇവൻ ഡോട്ട് ഒബ്ജക്ട് ഡോട്ട് ഫിൽറ്റർ പി കെ ഈക്വൽ ടു 1 എന്ന രീതിയിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു യു ആറിലെ ഇല്ല എന്ന രീതിയിൽ 404 അടിക്കും. അപ്പൊ എന്താ, ഇവിടെ നമ്മളൊരു ഗെറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂഷ്വൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വരും. അത് കോൺടാക്ട് ഡേറ്റ കൂടെ നേരെ എന്ത് ചെയ്യും? ഇവൻ ഡീറ്റെയിൽ പേരിലോട്ട് പോകും. ഈ ഡീറ്റെയിൽ പേജ് കാണിക്കും. ഓക്കെ. ഈ രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രജിസ്ട്രേഷനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇവന്റിൽ എന്ത് ചെയ്യുന്നു? ഈ പർട്ടിക്കുലർ യൂസറിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്താ, ഇങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി ഒരു കാര്യം സംഭവിക്കാം. ഈ രജിസ്ട്രേഷനിൽ ഈ ഇവന്റും ഈ യൂസറും ഉള്ള ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ മേ ബി കണ്ടെന്നിരിക്കാം. ഓക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറയാം? എപ്പോഴും അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രജിസ്ട്രേഷൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്നെ 2 തവണ രജിസ്റ്റർ ചെയ്തെന്നിരിക്കും. ഓക്കെ. അത് പാടില്ല. അപ്പം അതിന് ജാങ്കോ ഒരു വഴിയുണ്ട്. രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഓർ ക്രിയേറ്റ്. അതായത് നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഈ ഒബ്ജക്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഗെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗെറ്റ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഇവന്റ് ഇസ് ഇക്വൽ ടു സെൽഫ് ഡോട്ട് ഒബ്ജക്റ്റ് കോമ യൂസർ ഇസ് ഇക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് യൂസർ. ഓക്കെ. അപ്പൊ എന്താണ്, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യും, ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അപ്പൊ എന്താണ്, ഓപ്ഷനായിട്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ കയറത്തുള്ളൂ. ഓക്കെ. പിന്നെന്താണ്, ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. ഇപ്പൊ എന്താണ്, അഡ്മിൻ എന്ന് പറഞ്ഞ ആൾ ലൈറ്റ് മ്യൂസിക്കിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്താ, അഡ്മിനിൽ കയറിയിട്ട് അഡ്മിൻ എന്ന് പറഞ്ഞ ആൾ ലൈറ്റ് മ്യൂസിക്കിൽ ഓൾറെഡി കയറിയിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് മറ്റേതെങ്കിലും ഒരു ഇവന്റ് ഡ്രോയിങ്ങിന് നോക്കാം. ഡ്രോയിങ്ങിന് രജിസ്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, പാർട്ടിസിപ്പന്റ് അഡ്മിനായി. ഓക്കെ. പാർട്ടിസിപ്പന്റ് അഡ്മിനായി, രജിസ്റ്റർ ആയി. ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. നമുക്ക് മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. മെസ്സേജസ് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മെസ്സേജസ് ഡോട്ട് ആഡ് അല്ലെങ്കിൽ സക്സസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കൊരു മെസ്സേജ് HTML പേരോട് പാസ് ചെയ്യാം. ഈ മെസ്സേജ് എവിടെ കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിപ്പ് ഇമ്പോർട്ട് മെസ്സേജസ്. ഇവിടെ മെസ്സേജ് സക്സസ് എന്ന് കിടപ്പുണ്ട്. അതിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കേണ്ട റിക്വസ്റ്റ് ആണ്. രണ്ടാമത് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കാം. ഓക്കെ. REG ഒബ്ജക്റ്റ് ക്രിയേറ്റഡ്. ഗെറ്റ് ഓർ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു ടപ്പിൾ ആയിരിക്കും. അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഗെറ്റ് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ക്രിയേറ്റഡ്, രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് അത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്താണോ ഓൾറെഡി ഉണ്ടായതാണോ. ക്രിയേറ്റഡ് ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, ഓൾറെഡി ഉള്ളതാണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ഇഫ് ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ, മെസ്സേജ് ഡോട്ട് സക്സസ് യു ഹാവ് നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ടു എന്ത് ചെയ്യാണ് ഈ ഈവന്റ് ഡോട്ട് ടൈറ്റിൽ എൽസ്
ഒരു ഇൻഫോ പോലെ കാണിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഓക്കെ. മെസ്സേജ് 5 ടൈപ്പ് ഉണ്ട്. സക്സസ് ഉണ്ട്, ഇൻഫോ ഉണ്ട്, വാർണിംഗ് ഉണ്ട്, ഡേഞ്ചർ ഉണ്ട്. സക്സസ്, ഇൻഫോ, വാർണിംഗ്, ഡേഞ്ചർ. ഓക്കെ, 4 ടൈപ്പ്. സക്സസ്, ഇൻഫോ, വാർണിംഗ്, ഡേഞ്ചർ, 4 ടൈപ്പാണ് മെസ്സേജസ് ഉള്ളത്. ഓക്കെ. അപ്പം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ബാനറിൽ കാണിക്കും, ഇൻഫോ എന്ന് പറഞ്ഞാൽ നീല ബാനറിൽ കാണിക്കും, പിന്നെ വാണിംഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞ ബാനറിൽ കാണിക്കും, ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ചുവന്ന ബാനറിൽ കാണിക്കും. എങ്ങനെയാണ് ബാനറിൽ കാണിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. യു ഹാവ് ഓക്കെ. അപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മെസ്സേജ് ഫ്രെയിംവർക്കാണ്. ഈ മെസ്സേജ് ഫ്രെയിംവർക്കിന്റെ പ്രത്യേകത, നമ്മൾ എപ്പോഴേലും ഈ ഒരു മെസ്സേജ് റിക്വസ്റ്റിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്നിടം വരെ ഈ മെസ്സേജ് അവിടെ കിടക്കും. ഫൈൻ. ഓക്കെ. എന്ത് ചെയ്തു, ഞാനിവിടെ യെസ് രജിസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ അഡ്മിൻ LTEക്കകത്ത് ഓൾറെഡി എന്തുണ്ട്, ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുന്നത്, നോട്ടിഫിക്കേഷൻ, ഒരു അലേർട്ട് പോലെ, ഒരു ബാനർ പോലെ കാണിക്കുന്ന ഫെസിലിറ്റി അഡ്മിൻ LTEക്കകത്ത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് ശരിക്കും ജാങ്കോയുടെ ഫീച്ചറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ടെംപ്ലേറ്റിൽ കാണിക്കാൻ പറ്റും. പക്ഷേ ഈ അഡ്മിൻ LTE യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി ചെയ്യാനുള്ളതൊക്കെ അഡ്മിൻ LTE തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് നമുക്കിവിടെ ഇത് കാണാൻ പറ്റും. അടുത്തൊരു ഓൺ ഗോയിങ് അല്ലെങ്കിൽ ഇവന്റ് പോയി രജിസ്ട്രേഷൻ ചെന്നു. രജിസ്ട്രേഷൻ ഇതുവരെ പാർട്ടിസിപ്പൻസ് ഒന്നുമില്ല. യെസ് രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റർ ടു രജിസ്ട്രേഷൻ. വീണ്ടും രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ഓൾറെഡി ഹാവ് രജിസ്റ്റർ ടു രജിസ്ട്രേഷൻ എന്ന് കാണിച്ചു. പക്ഷെ സ്റ്റിൽ നമ്മൾ ഓൾറെഡി ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ്, ഈ ബട്ടൺ പിന്നെയും യെസ് രജിസ്റ്റർ എന്ന് പറയുന്നത് കാണിക്കുന്നത് ശരിയല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും അത് മറക്കണം. ഓക്കെ. ഈ ഒരു ബോക്സ് നമ്മൾ ഓൾറെഡി രജിസ്ട്രേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കണം. അത് മറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം നമുക്ക് ടെംപ്ലേറ്റിൽ ആദ്യം കിട്ടണം. കിട്ടുകയാണെങ്കിൽ അത് ഇഫ് വെച്ച് കണ്ടീഷൻ ചെയ്താൽ മതി. അത് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ആയിട്ട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഗെറ്റ് കോണ്ടെക്സ്റ്റ് ഡേറ്റ ആയിട്ട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. cxt is equal to ഈസ്റ്റ് രജിസ്റ്റേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് രജിസ്ട്രേഷനകത്ത് നമ്മൾ ഈ ഒബ്ജക്റ്റ് ഏതാന്നുള്ള കാര്യം അറിയാം. ഇപ്പം ഗെറ്റിനകത്തും പോസ്റ്റിനകത്തും റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ കിട്ടും. വേറെ എവിടെയെങ്കിലും നമുക്ക് ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ സെൽഫ് ഡോട്ട് റിക്വസ്റ്റ് എന്ന് വിളിച്ചാൽ മതി. കാരണം ഇത് ഓൾറെഡി സെൽഫിനകത്ത് ഈ റിക്വസ്റ്റ് ബൈൻഡ് ആയിട്ടുണ്ട്. സെൽഫ് ഡോട്ട് റിക്വസ്റ്റ് ഇക്വൽ ടു റിക്വസ്റ്റ് എന്ന് ഓൾറെഡി ബൈൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ പാരാമീറ്റർ ഈ കോണ്ടെക്സ്റ്റ് ആയിട്ട് റിക്വസ്റ്റ് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ആവശ്യമുണ്ടെങ്കിൽ അത് സെൽഫ് ഡോട്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ എന്താണ്, ഇവിടെ ഫിൽട്ടർ ചെയ്താൽ മതി. ഡോട്ട് എക്സിസ്റ്റ് ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ ഇവന്റ് ഇസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് യൂസർ ഇസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് എക്സിസ്റ്റ്. ഓക്കെ. ഇത്ര മാത്രമേ ഉള്ളൂ ചെക്ക് ചെയ്യാനായിട്ട്. ഫൈൻ. ഓക്കെ. അപ്പം ഇവിടെ ഇത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ ഡീറ്റെയിലിനകത്ത് എന്ത് കാണിക്കാം, ഫോം. ഇഫ് ഈസ് രജിസ്റ്റേർഡ്, ഇഫ് നോട്ട് ഈസ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫോം ഇവിടെ കാണിക്കുക. ആൻഡ് ഇഫ് ഇതിലെന്താണ്, ഓൾറെഡി അഡ്മിൻ ഇവിടെ പാർട്ടിസിപ്പൻ്റ് ആണ് അല്ലേ. സോ അഡ്മിൻ ഇനി ആ ഒരു സാധനം കാണിക്കത്തില്ല.
അപ്പം എന്ത് ചെയ്യണം, അവിടെ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരരുത്. അതുകൊണ്ട് നമുക്കിവിടെ എൽസ് കേസ് ഇടാം. എന്ത് ചെയ്യുന്നു, യു ഓൾറെഡി ഹാവ് രജിസ്റ്റർഡ് ടു ദിസ് ഇവന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജ് അങ്ങോട്ട് കാണിക്കുന്നു. എന്ത് ചെയ്തു, ഒരു ബാനറായിട്ട് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഈ ഒരു സാധനം.